എടോ, മദ്യപാനമൊക്കെ ഉപേക്ഷിക്കണം. എന്തിനാ നീ കള്ളു കുടിക്കുന്നത്? എന്തിനാണ് നീ മദ്യം കുടിക്കുന്നത്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിന്റെ ശാരീരികമായ സുഖത്തിന് വേണ്ടിയാണോ? നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അത് ഉപയോഗിക്കുമ്പോൾ വലിയ പരീക്ഷണങ്ങളിലേക്കാണ്, വലിയ അദാബിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ മദ്യം കുടിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ എന്താണെന്നറിയുമോ? നാളെ, അതായത് ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ അവൻ ഒരു നായയുടെ രൂപത്തിലായിരിക്കും അവൻ കടന്നു വരുന്നത്. നാവിൽ നിന്നെല്ലാം അവന്റെ പേയളകിയ ഈ നായകളുടെ നാവിൽ നിന്ന് വെള്ളം വരുന്നത് പോലെയാണ് നാളെ ആഖിറത്തിൽ അവൻ കടന്നു വരുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോ മദ്യപാനം എത്ര പാപമാണെന്ന് മനസ്സിലാക്കണം. മദ്യം കുടിക്കുന്നതിലൂടെ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതിലൂടെ എങ്ങാനും നീ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് നീ നരകത്തിലല്ലേ, കാഫിറായി നീ മരിക്കുന്നത്. മദ്യം കുടിക്കുന്നവരുടെ ഈമാൻ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. എങ്ങനെ? അതല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൻ ശരിബൽ ഖംറ, ഏതൊരുവനാണോ കള്ളു കുടിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, കഞ്ചാവ് വലിക്കുന്നത്, MDMA ഉപയോഗിക്കുന്നത്, ഹാൻസ് വെക്കുന്നത്, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെന്ന് കേൾക്കണേ, നിങ്ങളുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിക്കളഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അവന്റെ ഉണ്ടല്ലോ ഈമാനിനെ അല്ലാഹു ഊരിക്കളഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കമാ ഒരുവനുണ്ടല്ലോ അവന്റെ ആവശ്യ പൂർത്തീകരണം കഴിയുമ്പോ, ഇന്ന് നമ്മൾ കമ്മീസ് തലവഴി ഊരത്തില്ലയോ മുഅ്മിനീങ്ങളെ? അതുപോലെ ഉണ്ടല്ലോ കമ്മീസ് ഊരി കളയുന്നത് പോലെ അല്ലാഹു അവന്റെ ഹൃദയങ്ങളിൽ നിന്നും ഈമാനിന്റെ ലബ്ധത്തുണ്ടല്ലോ, ഈമാൻ അല്ലാഹു എടുത്തു കളയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, ആ സമയത്തെങ്ങാണമാണ് മോനെ നിന്റെ റൂഹ് പിടിക്കുന്നതെങ്കിലേ നീ ഉണ്ടല്ലോ ഈ ലോകത്തോട് വിട പറയുന്നത് കാഫിറായിട്ടാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എടാ, ഒരു അലിഫ് എന്നൊരക്ഷരം നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാത്തിഹ അറിയാത്ത ആരെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടോ? നാം ചിന്തിക്കണം. ഒരു ഖുൽ ഹുവല്ലാഹ് അറിയാത്ത ആരെങ്കിലും നമ്മുടെ ഈ സദസ്സിലുണ്ടോ? ഉണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിലുണ്ടോ? നാം ചിന്തിക്കണം. എന്നാൽ ഒരു ഖുൽ ഹുവല്ലാഹ് അറിയാവുന്ന ഒരുവൻ, ഒരു അലിഫ് എന്നൊരക്ഷരം അറിയാവുന്നവൻ, അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കള്ളു കുടിച്ചാല് അതിന്റെ തിക്തഫലം നാളെ ആഖിറത്തിൽ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ഒരു ഹദീസ് കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഏതൊരുവരാണോ മദ്യപാനം ഉപയോഗിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, കള്ളു കുടിക്കുന്നവരെ മനസ്സിലാക്കണേ. ഒരു അലിഫ് എന്നൊരക്ഷരം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഒരു അലിഫ് എന്നൊരക്ഷരം നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ അലിഫ് എന്നൊരക്ഷരം നിന്റെ ഹൃദയാന്തരങ്ങളിലുള്ളപ്പോ നീ കള്ളു കുടിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ്
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയൊരു ആയത്തോ എന്തെങ്കിലും നീ പഠിച്ചിട്ടുള്ളവനാണെങ്കിൽ വസുബാലൈഹിൽ ഖംറു, എന്നിട്ട് അവനുണ്ടല്ലോ കള്ള് കുടിക്കുകയും ചെയ്താൽ ജായൗമുൽ ഖിയാമ, എന്നിട്ട് നാളെ ഖിയാമത്ത് നാളിൽ നീ കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ, നിന്റെ ഹൃദയത്തിലുള്ള ആയത്തുകളുണ്ടല്ലോ, അക്ഷരങ്ങളുണ്ടല്ലോ ഫയഖുദു ബിനാസിയതിഹി, നിന്റെ നെറുകയിൽ അങ്ങോട്ട് ആ ഖുർആൻ വന്ന് നാളെ ഖിയാമത്ത് നാളിൽ നിന്നെ പിടിക്കുകയാ. എന്നാലേ നീ ലോകത്തുണ്ടല്ലോ നീ കള്ളു കുടിക്കുന്നവനായിരുന്നു, വിശുദ്ധമായ ഖുർആനിന്റെ ഒരു അലിഫ് എന്നൊരു അക്ഷരം നിന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടായിരുന്നു, അതിനെ പോലും മാനിക്കാതെയുണ്ടല്ലോ നീ കള്ളു കുടിക്കുമ്പോൾ കള്ള് നജസാണ്, ലഹരി പദാർത്ഥങ്ങൾ നജസാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത് ഷഹാദത്ത് കലിമ ചൊല്ലിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ, സുബ്ഹാനല്ലാഹ് ചൊല്ലി, നാവുണ്ടല്ലോ ഈ വായുണ്ടല്ലോ അതിലേക്ക് ഹാൻസ് വെക്കുന്നവരെ, ലഹരി പദാർത്ഥങ്ങൾ വെക്കുന്നവരെ, MDMA ശരീരത്തിൽ കുത്തിവെക്കുന്നവരെ മനസ്സിലാക്കണം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നിന്റെ നാവ് കൊണ്ട് നീ എത്രയോ പുണ്യമായ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത നാവാണ്, ആ നാവിന്റെ അടിയിലല്ലേ നീ ഹാൻസുകൾ വെക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ വെക്കുന്നത്. നീ നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോഴുണ്ടല്ലോ ജായൗമുൽ ഖിയാമ, ആ ഖിയാമത്ത് നാളിലേക്ക് നീ കടന്നു വരുമ്പോ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ ഫയഖുദു ബിനാസിയതിഹി, നിന്റെ നെറുകയിലേക്ക് ആ ഖുർആൻ വന്ന് പിടിക്കുകയാ. എന്നിട്ട് ആ ഖുർആൻ ഉണ്ടല്ലോ ഫയുആസിമഹു ബൈന യദൈല്ലാ, അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഈ വിശുദ്ധമായ ഖുർആനായ എന്നെ ഉണ്ടല്ലോ അവന് ഹൃദയങ്ങളിലേക്ക് വെച്ചിട്ട് ഹൃദയങ്ങളിൽ അവൻ പാരായണം ചെയ്ത് മനഃപാഠമാക്കി വെച്ചവന്, ഒരു അലിഫ് എന്നൊരക്ഷരം പഠിച്ചവനാണ് അല്ലാ. എന്നിട്ട് അവനുണ്ടല്ലോ മദ്യം കുടിച്ചവനാ, എന്നെ നജസാക്കിയവനാ. അവന്റെ ദിക്റുകൾ, വായിലൂടെ ദിക്റുകളും അദ്കാറുകളും അതുപോലെ തന്നെ ഒരുപാട് ഖുർആനോദി നാവുകളാണ്. ആ നാവിന്റെ ഇടയിലാണ് അവന് ഹാൻസ് വെച്ചത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ അവനുണ്ടല്ലോ ഓരോ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചത്. ഇബാദത്ത് ചെയ്ത കൈകളല്ലേടാ നിന്റെ കൈകള്, ആ കൈകളിലല്ലേ നീ MDMA കുത്തിവെച്ചത് മനസ്സിലാക്കണേ. ഈ ഉണ്ടല്ലോ ഈ ഖുർആൻ നിന്റെ നെറുകയിലേക്ക് പിടിച്ചുകൊണ്ട് നാളെ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖുർആനിന്റെ ഒരു ഹർഫ് നീ പഠിച്ച് നിന്റെ ഹൃദയത്തിൽ അലിഫ് എന്നൊരു അക്ഷരമുണ്ടെങ്കിൽ നീ കുടിക്കുന്ന ആ കള്ളുണ്ടല്ലോ നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഖുർആന്റെ നേരെയാണ് പോകുന്നത്, ദേഹത്തേക്കാണ് വീഴുന്നത്. അങ്ങനെ ആ ഖുർആനിനെയല്ല നീ നജസാക്കുന്നതെന്ന് അള്ളാന്റെ റസൂൽ. ആ ഖുർആൻ നാളെ ഖിയാമത്ത് നാൾ നിന്റെ നെറുകയിലേക്ക് പിടിച്ചിട്ട് നീ ഹറാം ഉപയോഗിച്ചവനല്ലേ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവനല്ലേ, നരകത്തിലേക്ക് നിന്റെ നെറുകയിലേക്ക് തലമുടി പിടിച്ച് വലിച്ചിട്ട് നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യഊദു ബില്ലാഹി, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം സ്വന്തം ദൈവേച്ഛയിലേക്ക് അടിയറ വെക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. അങ്ങനെ അടിയറ വെക്കുന്ന സജ്ജരിതരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ എന്നത് സഹനതയുടെ മാസമാണ്.